ഇന്നലെ വായിച്ച അതേ വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. ഇന്നലെ ചിന്തിച്ച അതേ വിഷയത്തിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇന്നലെ വായിച്ച അതേ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. அவருடைய நாமத்தின் மேல் விசுவாசம் உள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்களோ அத்தனை பேர்களும் தேவனுடைய பிள்ளைகள் ஆகும்படி அவர்களுக்கு அதிகாரம் கொடுத்தார். അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം ലഭിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഇത് രണ്ട് ഘടകമാണ് അവിടെ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, റിസീവ് ആൻഡ് ബിലീവ്. അവിടെ ആ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തെ വിശ്വസിക്കണം. അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തെ വിശ്വസിക്കണം. അവന്റെ നാമത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 11. John chapter 17 verse 11. நான் இனி உலகத்தில் இரேன், இவர்கள் உலகத்தில் இருக்கிறார்கள், நான் உம்மிடத்துக்கு வருகிறேன். பரிசுத்த பிதாவே, நீர் எனக்கு தந்தவர்கள் நம்மை போல ஒன்றாயிருக்கும்படிக்கு நீர் അവர்களை ഉമ്മുடைய നാമത്തിനാലെ കാത്തുകൊള്ളും. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവര് ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന എന്റെ നാമത്തിൽ. നാമം. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, നമ്മൾ രണ്ടും ഒന്നായിരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ നാമത്തിനകത്തൊരു പ്രത്യേകതയാണ്. ദർ ഈസ് സംതിങ് സ്പെഷ്യാലിറ്റി ഇൻ ദ നെയിം. ആ നാമത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി ഇൻ ദ നെയിം? ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? ആ നാമത്തിന്റെ പ്രത്യേകത പഠിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 36. Acts chapter 2 verse 36. ஆகையினால் நீங்கள் சிலுவையில் அறிந்த இந்த இயேசுவையே தேவன் ஆண்டவரும் கிறிஸ்துவும் ஆக்கினார் என்று இஸ்ரவேல் குடும்பத்தார் யாவரும் நிச்சயமாய் அறிய கடவர்கள் என்றான். ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവിടെ യേശു ക്രിസ്തു, അവന്റെ നാമം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. നാമം, ആ നാമത്തെ കുറിച്ചാണ് പറയുന്നത്. നെയിം, ഇറ്റ്സ് അബൌട്ട് ദ നെയിം. ആ നാമത്തിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയണം. ഒന്ന് യേശു, രണ്ട് ക്രിസ്തു. ഫസ്റ്റ് വൺ ഈസ് ജീസസ്, സെക്കൻഡ് വൺ ഈസ് ക്രൈസ്റ്റ്. യേശു എന്ന നാമത്തെ കുറിച്ച് കാണുമ്പോ പെർഫെക്റ്റ് മാൻ. ക്രൈസ്റ്റ് എന്ന നാമത്തെ കാണുമ്പോൾ പെർഫെക്റ്റ് ഗോഡ്. വീണ്ടും പറയാം, ജീസസ് ഈസ് ദ പെർഫെക്റ്റ് മാൻ, ക്രൈസ്റ്റ് ഈസ് ദ പെർഫെക്റ്റ് ഗോഡ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ കാണുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും. അപ്പൊ ദൈവത്തിന്റെ സർവസമ്പൂർണത എവിടെയായിരുന്നു? ഇൻ ക്രൈസ്റ്റ്. മനുഷ്യന്റെ സർവസമ്പൂർണത എവിടെയായിരുന്നു? ഇൻ ജീസസ്. അപ്പൊ യേശുവിന്റെ ശരീരം, ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് ജീസസ്, അപ്പോ ആ പുറമേ കാണുന്നവനായ യേശുവില് മനുഷ്യന്റെ പൂർണ്ണത ഉണ്ടായിരുന്നു. അതായത് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവൻ ഉറങ്ങി, അവൻ ചിരിച്ചു, അവൻ കരഞ്ഞു, നിലവിളിച്ചു, ദാഹിച്ചു, വിശന്നു, ദേഷ്യപ്പെട്ടു. ഒരു മനുഷ്യന്റെ എല്ലാ വികാര വിചാരങ്ങളും യേശുവിൽ നമുക്ക് കാണാൻ കഴിയും. എബ്രായർ 4:17 പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ കാണുന്നത്, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ.
ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്നത് 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ അവൻ മനുഷ്യ രൂപത്തിലായി, മനുഷ്യ സാദൃശ്യത്തിലായി, ദാസരൂപമെടുത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്ന അവൻ ജഡ നിമിത്തവും പാപ ജഡത്തിലും വന്നവനാ. അവന്റെ ജഡം, അപ്പൊ അവന്റെ ശരീരം, പെർഫെക്റ്റ് മാൻ ഈസ് ജീസസ്, ബട്ട് പെർഫെക്റ്റ് ഗോഡ് അക്കോർഡിംഗ് ടു കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-10 വാക്യത്തിൽ പറയുന്ന അനുസരിച്ച് അവനിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണത. അപ്പോഴ് അവിടെ നമ്മൾ ഈ 2 കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് അവന്റെ നാമത്തിനകത്ത് ദൈവത്തിന്റെ എല്ലാ പ്രകൃതവും അവന്റെ നാമത്തിനകത്തുണ്ട്. എന്നാൽ മനുഷ്യന്റെ എല്ലാ ബലഹീനതയും അവന്റെ നാമത്തിനകത്തുണ്ട്. അവനെ നോക്കിക്കഴിഞ്ഞാൽ ക്രൂശിൽ എന്നേക്കുമായി പരാജയപ്പെട്ട മനുഷ്യൻ, എന്നേക്കുമായി അടിക്കപ്പെട്ട മനുഷ്യൻ. എന്നാൽ ആ ക്രൂശിൽ മറ്റൊരു രൂപം കാണാം, എന്നേക്കുമായി മരണത്തെ ജയിച്ച ദൈവപുത്രൻ. ഹല്ലേലൂയ, ആമേൻ. പടകിൽ കടന്നുറങ്ങുന്ന മനുഷ്യപുത്രൻ, എന്നാൽ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ദൈവപുത്രൻ. ദാവീദിന്റെ ലാസറിന്റെ കല്ലറവാതിൽക്കൽ നിന്നുകൊണ്ട് കരയുന്ന മനുഷ്യപുത്രൻ, ലാസറെ പുറത്തു വരിക എന്ന് ശക്തമായി വിളിക്കുന്ന ദൈവപുത്രൻ. ശമരിയാക്കാരിയോട് ദാഹിച്ചപ്പോൾ വെള്ളം ചോദിക്കുന്ന മനുഷ്യപുത്രൻ, എന്നാൽ ദാഹിക്കുന്നവരും എന്റെ അടുക്കൽ വന്ന് സൗജന്യമായി കുടിക്കട്ടെ എന്ന് പറയുന്ന ദൈവപുത്രൻ. അവിടെ ചാട്ടവാറുകൊണ്ട് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന മനുഷ്യപുത്രൻ, ദേഷ്യപ്പെടുന്ന മനുഷ്യപുത്രൻ. എന്നാൽ ക്രൂശിൽ പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ദൈവപുത്രൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ 2 എക്സ്ട്രീം ലെവല് യേശുവിൽ കാണാൻ പറ്റും. അവന്റെ നാമം, നമ്മൾ അവന്റെ നാമത്തിലേക്കാണ് വരുന്നത്. വാട്ട് ഈസ് അബൌട്ട് ഹിസ് നെയിം? അവന്റെ നാമത്തിന്റെ പ്രത്യേകത പറയുന്നത്. അവനെ നാമത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പൂർണ്ണമായ മനുഷ്യനും പൂർണ്ണനായ ദൈവവും, പെർഫെക്റ്റ് മാൻ ആൻഡ് പെർഫെക്റ്റ് ഗോഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അവന്റെ നാമം യേശു ക്രിസ്തു. അവിടെ ഒരു സത്യം നമ്മളോട് പറയുകയാണ്. നമ്മൾ വായിച്ച യോഹന്നാൻ 17:11 പറയുന്ന പോലെ നിന്റെ നാമത്തിൽ അവർ ഒന്നാകേണ്ടതിന്, നാം ഒന്നായിരിക്കുന്ന പോലെ ഐക്യത്തിൽ തികയുന്നതാണ് നാമം. യൂണിറ്റിയെ, ഐക്യത്തെ കാണിക്കുന്നതാണ് യേശു ക്രിസ്തു എന്ന നാമം, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. അപ്പൊ ആ നാമത്തെ വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉറപ്പ് എന്താണെന്നറിയാമോ? നമുക്കുണ്ടാകുന്ന ഉറപ്പ് അതേ യേശുവിൽ വസിച്ച അതേ ദൈവം എന്റെ അകത്ത് വസിക്കാം. എന്റെ അകത്ത് ഒരു പൂർണ്ണ മനുഷ്യത്വം ഉള്ള പോലെ തന്നെ എന്റെ അകത്ത് പൂർണ്ണ ദൈവീകതയും എന്റെ അകത്തുണ്ട്. എന്നിൽ പൂർണ്ണ മനുഷ്യൻ ഉള്ളതുപോലെ തന്നെ എന്നിൽ പൂർണ്ണമായ ഒരു ദൈവമുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ പറയുകയാണ്, 100% തോൽക്കുന്ന ഒരുത്തൻ എന്റെ അകത്തിരിപ്പുണ്ട്, എന്നാൽ 100% ജയിക്കുന്ന ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. 100% ബലഹീനനായ ഒരുവനാണ് ഞാൻ, പക്ഷേ 100% ബലമുള്ള ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. ദാരിദ്ര്യം എന്റെ ജീവിതത്തിനകത്ത് എവിടുന്നോ കയറി വന്നതാ, പക്ഷേ സമൃദ്ധിയുടെ ശക്തനായ ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. അതായത് ഞാൻ ജനിച്ചപ്പോൾ മരിക്കുന്നവനായിട്ടാ ജനിച്ചേ, എന്നാൽ വീണ്ടും ജനിച്ചപ്പോ മരണത്തെ ജയിച്ചു. വീണ്ടും ഒന്നുകൂടെ പറയാം, ഞാൻ ജനിച്ചപ്പോൾ മരിക്കുന്നവനായിട്ടാണ് ജനിച്ചത്, എന്നാൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോ മരണത്തെ ജയിച്ചു. ഞാൻ ജനിച്ചപ്പോ ദാരിദ്ര്യത്തിന്റെ സകല ശാപവും ചുമന്നോണ്ടാ ജനിച്ചേ, പക്ഷെ ഞാൻ വീണ്ടും ജനിച്ചപ്പോ ദാരിദ്ര്യത്തെ ഞാൻ പൊട്ടിച്ചു. ഞാൻ ജനിച്ചപ്പോ എല്ലാ ബലഹീനതകളുള്ളവനായിട്ടാണ് ജനിച്ചത്, പക്ഷെ വീണ്ടും ജനിച്ചപ്പോ ഞാൻ ബലഹീനതയെ ഓവർകം ചെയ്തു. ആമേൻ.
നാമം പൂർണ്ണമായ തകരുവാൻ സാധ്യതയുള്ളവർ എന്റെ അകത്തിരിക്കുമ്പോൾ തന്നെ 100% ജയിക്കുവാൻ സാധ്യതയുള്ളവൻ എന്റെ അകത്തിരിപ്പുണ്ട്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ അധികാരമുണ്ട്, ഈ പദവിയുണ്ട്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പദവിയുണ്ട്. എന്ത് പദവിയാ? അവൻ പൂർണ്ണമായി പരാജയപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ പൂർണ്ണമായി ജയിക്കാൻ ഒരു സാധ്യതയും അവന്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സമ്പൂർണ്ണ പരാജയമായിരിക്കാം നീ, പക്ഷേ നിന്റെ അകത്തൊരു വിത്ത് കിടപ്പുണ്ട്, പൂർണ്ണ ജയത്തിന്റെ വിത്ത് കിടപ്പുണ്ട്. യേശുവിനെ ക്രൂശിൽ നോക്കിയാൽ തോറ്റവൻ, തീർന്നവൻ, തകർന്നവൻ, മരിച്ചവൻ, പക്ഷേ അവനകത്തൊരു വിത്തിരിപ്പുണ്ട്. മരണത്തെ ജയിക്കുന്നൊരു വിത്ത് അവനകത്ത് കിടപ്പുണ്ട്. യെസ്. നമുക്ക് വായിക്കാം ലൂക്കോസ് 4-ാം അധ്യായം 1-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 4 verse 1. இயேசு பரிசுத்த ஆவியினால் நிறைந்தவராய் யோர்தானை விட்டு திரும்பி യേശു ആത്മാവ് നിറഞ്ഞു. 14. பின்பு இயேசு ஆவியானுடைய பலத்தினாலே கலிலேயாவுக்கு திரும்பி போனார். ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു ചെന്നു. 36. எல்லாரும் ஆச்சரியப்பட்டு இது என்ன வார்த்தையோ, அதிகாரத்தோடும் வல்லமையோடும் அசுத்த ஆவிகளை கட்டளையிடுகிறார், அவைகள் புறப்பட்டு போகிறதே என்று ஒருவர் பேசிக் கொண்டார்கள். ഇതെന്ത് വചനം? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവയും പുറപ്പെട്ടു പോകുന്നു. വായിക്കാം ആക്ട്സ് ചാപ്റ്റർ 10 verse 38. ആക്ട്സ് ചാപ്റ്റർ 10 verse 38. ആക്ട്സ് ചാപ്റ്റർ 10 verse 38. நசரனாகிய இயேசுவை தேவன் பரிசுத்த ஆவியினாலும் வல்லமையினாலும் அபிஷேகம் பண்ணினார். தேவன் அவரோடு கூட இருந்தபடினாலே அவர் நன்மை செய்கிறவராயும் பிசாசின் வல்லமையில் அகப்பட்ட யாவரையும் குணமாக்கிற சுற்றி திரிந்தார். നസറേനെ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തത് കൊണ്ട് അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, 2 realm of anointing. ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ അവിടെ യേശുവിന്റെ ശുശ്രൂഷയുടെ മുഴുവൻ സീക്രട്ട് പത്രോസ് കൊർന്നേലോസിന് വേണ്ടി പ്രസംഗിച്ചപ്പോ പറയുക, അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുക, നസറേനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. യേശുവിനെ അവിടെ പറയുന്ന നസറേത്തുകാരനായ യേശു. പത്രോസ് പറയുന്ന 2 ടൈറ്റിലിൽ നിന്നുണ്ട്, നസറേത്തുകാരൻ, യേശു. രണ്ടും ജഡപ്രകാരമുള്ളതാ, രണ്ടും ബലഹീനതകളുടെ കാര്യമാണ്. പക്ഷേ ആ യേശു രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി വിടുവിച്ചു. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്ന സംഭവത്തെ നിങ്ങൾ അറിയുന്നില്ല എന്ന് ചോദിക്കുന്നത്. അപ്പൊ നസറേനായ യേശുവിന് മേൽ ആത്മാവിന്റെ ശക്തി വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെ അഭിഷേകം വന്നപ്പോൾ യേശുവിന്റെ ക്യാരക്ടർ, യേശുവിന്റെ നേച്ചർ, യേശുവിന്റെ ജീവിത രീതി മാറി. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, നമ്മൾ പൂർണ്ണമായ പരാജയത്തിന് സാധ്യതയുള്ളവരാ, പക്ഷേ നമ്മുടെ അകത്ത് പൂർണ്ണ ജയം തരുന്ന ക്രിസ്തു അകത്തിരിപ്പുണ്ട്. അത് വായിച്ച ഇന്നലെ നമ്മൾ നിർത്തിയത് 1 യോഹന്നാൻ 4:4. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിൽ ഇരിക്കുന്നവൻ വലിയവൻ, നിങ്ങളിലുള്ള യേശു ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ള അത്ര പിശാചിനേക്കാളും പ്രതികൂലത്തെക്കാൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു വലിയവൻ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു വലിയവൻ. നമുക്ക് വായിക്കാം പ്രോവേർബ്സ്, സദൃശവാക്യം, നീതിമൊഴികൾ ചാപ്റ്റർ 18 verse 21. Proverbs chapter 18 verse 21. Proverbs 18:21. സദൃശവാക്യം 18:21. மரணமும் ஜீவனும் நாவின் அதிகாரத்தில் இருக்கும், அதில் பிரியப்படுகிறவர்கள் அதன் கனியை புசிப்பார்கள். മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. Life and death is in the power of tongue. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു.
അപ്പൊ ഈ നാവിന്റെ അധികാരം മരണത്തിന്റെയും ജീവന്റെയും ഉറവിടമെന്ന് പറയുന്നത് ഹല്ലേലൂയ എന്താണ്? നാവാണ്. നാവിനെ കുറിച്ചാ പറയുന്നത്. ഹല്ലേലൂയ, നാവിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ നാവ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നാവ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ അവിടെ മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ. എന്താണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത്? വാക്ക്, വേർഡ്സ്. Chapter 4 verse 23. Proverbs 4:23. எல்லா காவலுடன் உன் இருதயத்தை காத்துக்கொள், அதனிடத்தினின்று ജീവ ഊற்று പുറപ്പെടും. എല്ലാ ജാഗ്രതയും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കുക, അവയിൽ നിന്നല്ലോ ജീവൻ പുറപ്പെടുന്നത്. അപ്പോഴ് സോഴ്സ് of life is your heart. സോഴ്സ്, ജീവന്റെ ഉറവ എന്ന് പറയുന്ന അകത്തുനിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്. പക്ഷേ പുറപ്പെടുന്നത് വായിൽ നിന്നാണ്, നാവിൽ നിന്നാണ്. അപ്പൊ എന്ത് തമ്മിൽ കണക്റ്റഡ് ആണ്? നിങ്ങൾ മനസ്സിലാക്കണം. ഹാർട്ട് ഈസ് ദ സോഴ്സ് ഓഫ് അതോറിറ്റി, ടങ് ഈസ് ദ സോഴ്സ് ഓഫ് പവർ. ഹൃദയത്തിൽ നിന്നാണ് ജീവൻ ഉറവ, ജീവൻ ഉൽപ്പാദിക്കപ്പെടുന്ന ഹൃദയത്തിൽ നിന്നാണ്. എന്നാൽ വായിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യില് ധനവാൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് യുവർ പൊസിഷൻ. യു ആർ എ റിച്ച് മാൻ. മണി ഷോസ് ദാറ്റ് യു ആർ റിച്ച്. ബട്ട് വെൻ യു സ്പെൻഡ് ഇറ്റ് ഓഫ്, നിങ്ങൾ എപ്പോഴാണോ അത് ഉപയോഗിക്കുന്നത്, അപ്പോഴാണ് മണി, ആ പണം നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ അകത്ത്, ഹൃദയത്തിനകത്ത് വചനം നിറയുമ്പോൾ യു ആർ റിച്ച്, നിങ്ങൾ സമ്പന്നരാ. ബട്ട് നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുന്നിടത്തോളം പണം അവിടെ ഇരുന്ന് പണക്കാരനായിട്ട് നിങ്ങൾ ഇരിക്കും. പക്ഷേ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വെൻ യു സ്റ്റാർട്ട് ടു spend it off, നിങ്ങൾ എപ്പോഴാണോ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങൾക്കത് ഫലകരമാകുന്നത്. അപ്പോൾ യേശുവിനകത്ത് ശക്തി, ഇന്നലെ ആ വഴിയെല്ലാം പോയത് കൊണ്ടാണ് ആ വഴിക്ക് പോകാതെ ഈ വഴി കയറുന്നത്. ശക്തി യേശുവിനകത്തുണ്ടായിരുന്നു. പവർ ആൻഡ് അതോറിറ്റി. പവർ ആൻഡ് അതോറിറ്റി വാസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു. അപ്പൊ ഈ Proverbs chapter 4 verse 23, Proverbs chapter 18 verse 21, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് വളരെയേറെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തെ. കാരണം എന്താണെന്നറിയാമോ? അതിൽ നിന്നല്ലോ ജീവൻ പുറപ്പെടുന്നത്. നമ്മുടെ ജീവൻ പുറപ്പെടുന്ന അവിടുന്ന്. പക്ഷേ മരണവും ജീവനും ഇരിക്കുന്നവിടെ നാവിന്റെ അധികാരത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. നാവിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധയോടെ സംസാരിക്കുന്നോ അതനുസരിച്ച് ഹൃദയത്തിലുള്ള ജീവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്ടിവേറ്റ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ പറയുകയാണ് ഞാനൊരു ശാപമാണ്, നിങ്ങൾ പറയുകയാണ് ഞാൻ തകർന്നവനാ, നിങ്ങൾ പറയുകയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, നിങ്ങൾ പറയുകയാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റവനാ, നിങ്ങൾ പറയുകയാണ് ജീവനുള്ളവനാ, നിങ്ങൾ പറയുകയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. കാരണം ഉറവിടം ഹൃദയവും, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ ഹല്ലേലൂയ ഉറവ നിങ്ങളുടെ നാവുമാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ചുറ്റുപാടിലുള്ള ആളുകളല്ല നിങ്ങളെ എതിർക്കുകയും വെറുക്കുകയും ഒതുക്കുകയും ചെയ്യുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും വാക്കുമാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലരെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? അവരെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും.
പക്ഷെ അവര് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഓ, എന്നെ മാനേജർക്ക് എന്നാ കാര്യം എന്നറിയോ? ഓ, എന്റെ അമ്മയ്ക്കും അപ്പനും എന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ? ആ ഇന്ന സ്ഥലത്തെ ആ സാറിന് എന്നോട് ഭയങ്കര സ്നേഹം. അവരത് പോകുന്നിടത്ത് അനുഭവിക്കും. പക്ഷെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നേരെ തിരിച്ചേ പറയത്തുള്ളൂ. എന്നോട് എല്ലാവർക്കും പ്രയാസമാണ്. ഞാൻ പറയാം, നിങ്ങളുടെ അതരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്, ഹൃദയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നിങ്ങളുടെ നാവിലൂടെ പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും. ജീവന്റെയും മരണത്തിന്റെയും അധികാരം നിങ്ങളുടെ നാവിലാണ്. ദാറ്റ് ഈസ് ഇൻ യുവർ ടങ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ കാക്കുക. ഗാർഡ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. ബിക്കോസ് ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് ഈസ് ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. അപ്പൊ ആ ഹൃദയത്തിൽ ജീവൻ പുറപ്പെടുന്നത് കൊണ്ട് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹല്ലേലൂയ, അവിടെ നിന്ന് പുറപ്പെടുന്നതിന് നിങ്ങളുടെ വാവുകൊണ്ട് പറയണം. യേശു പറഞ്ഞു, ഈ അത്തിമരത്തെ നോക്കി നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. നിങ്ങൾ ഈ മലയോട് നോക്കി പറഞ്ഞാൽ അത് സംഭവിക്കും. There is power in your words. There is power in your words. നിങ്ങളുടെ വാക്കിനകത്തൊരു ദാർഢ്യമുണ്ട്. When you exercise it, it will dominate your situation. നിങ്ങൾ എപ്പോഴാണോ വാക്കിന് അധികാരം, ഹൃദയത്തിനകത്ത് ജീവൻ ഉൽപ്പാദിപ്പിക്കുന്ന തിരിച്ചറിഞ്ഞ് നിങ്ങൾ പറയുന്നോ, അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ അതിന്റെ ഫലം നിങ്ങൾ കാണാൻ തുടങ്ങും. അതിന്റെ ഫലം നിങ്ങൾ കാണാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ഫലം നിങ്ങൾ കാണാൻ തുടങ്ങും. ഫലം നിങ്ങൾ കാണാൻ തുടങ്ങും. അതിന്റെ ഫലം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് കാണും. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുക. അധികാരം. അപ്പൊ ഈ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ ആദ്യം വായിച്ച വാക്യം ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. എന്താകാനായിട്ട്? ദൈവ മക്കളാകാനുള്ള അധികാരം. ആർക്ക? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകാൻ അധികാരം. അപ്പൊ ഈ അധികാരം കിട്ടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അധികാരം തരുന്നത് എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ നാട്ടിൽ ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലെങ്കിൽ പോലീസ് വകുപ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവരും ജോലി സ്ഥലത്ത് വിശ്വസ്തരായി ജോലി ചെയ്യുന്നുണ്ടോ എങ്കിൽ ഒരു സൂപ്പർവൈസറിന്റെ ആവശ്യമുണ്ടോ? ഒരു മാനേജറുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു അധികാരത്തോടെ ഒരാളെ അവിടെ നിയമിക്കാൻ സാഹചര്യം എന്താണെന്നറിയാമോ? അധികാരത്തിന് വിപരീതമായത് ചിലതിനുള്ള സാധ്യതകൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ അധികാരത്തോടെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. നിങ്ങൾക്ക് മക്കളാകാൻ അധികാരം തന്നിരിക്കുക. അധികാരം. നിങ്ങൾ ഈ പറയുന്ന വാക്ക് എന്റെ കൂടെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് എന്റെ കൂടെ വരണേ. നിങ്ങള് മക്കളായില്ല, മക്കളാകാനുള്ള അധികാരം തന്നിരിക്കുക. അധികാരം. മക്കളാകാനുള്ള അധികാരം. അധികാരം. അപ്പൊ എന്ത് ചെയ്യണം? അധികാരം ഉപയോഗിക്കുമ്പോഴേ അധികാരിയാകൂ. അധികാരം പ്രയോജനപ്പെടൂ. അധികാരത്തിന് റിസൾട്ട് ഉണ്ടാകൂ.
അപ്പൊ എന്ത് ചെയ്യണം? അധികാരം ഉപയോഗിക്കണം. മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണം? അധികാരം ഉപയോഗിക്കണം. എവിടെയാണ് അധികാരം ഉപയോഗിക്കേണ്ടത്? ഏത് സാഹചര്യത്തിലാണ് അധികാരം ഉപയോഗിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ അധികാരം ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ഇന്ന് അധികാരം ഉപയോഗിക്കുന്നത് ചുറ്റുപാടുകളില്ല. നമ്മുടെ മക്കളുടെ മേൽ നമ്മുടെ അധികാരം ഉപയോഗിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അധികാരം ഉപയോഗിക്കും, നമ്മുടെ ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ, ജോലി സ്ഥലത്ത് നമ്മുടെ കീഴ് ജീവനക്കാരുടെ മേൽ. നമുക്ക് ആരുടെ മേലൊക്കെ അധികാരം ചുമത്താൻ പറ്റും അവരുടെ മേലെല്ലാം അധികാരത്തെ എക്സസൈസ് ചെയ്യും. പക്ഷെ അധികാരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ ചിന്തകളുടെ മേലാണ് അധികാരം ഉപയോഗിക്കേണ്ടത്. അതായത് ഇന്ന് ദൈവ മക്കളുടെ അധികാരവും അവകാശവും തിരിച്ചറിഞ്ഞ് അതിൽ പ്രയോജനപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്തകളിൽ അടിമത്വത്തിന്റെ ചിന്ത കിടക്കുക, ദാസന്റെ ചിന്തയാ. ഈ ദാസത്വ ചിന്തയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മെ സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ഇന്ന് ദൈവജനത്തിൽ ചിന്തിച്ചപ്പോ കർത്താവ് എന്നോട് ഇടപെട്ടൊരു കാര്യം. ഏശയ്യാവിന്റെ പുസ്തകം 5-13 വാക്യം എങ്ങനെയാണ് പറയുന്നത്? എന്റെ ജനം അറിവില്ലായ നിമിത്തം പ്രവാസത്തിലേക്ക് പോകുന്നു, എൻ ജനങ്ങൾ അറിവിന്മേനാളെ സിറയപ്പെട്ടു പോകുகிறார்கள். സിറയപ്പെട്ട് അടിമത്വത്തിലേക്ക് പോകുന്നു. എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് അവരെങ്ങനെയായി? അടിമത്വത്തിലേക്ക് പോയി. ബന്ധിക്കപ്പെട്ടിരിക്കുക. എന്നാൽ യോഹന്നാൻ 8:32 പറയാ, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ നമ്മുടെ ഡെലിവറൻസ് ആരുടെ കൈവെപ്പിലാണ് ഇരിക്കുന്നത്? അച്ഛന്റെ ആണോ, പാസ്റ്ററുടെ ആണോ, തിരുമേനിയുടെ ആണോ, സെൻട്രൽ പാസ്റ്ററിന്റെ ആണോ? അല്ല ഏതെങ്കിലും ഒരു പ്രത്യേക ചർച്ചിലോ കൂട്ടായ്മയിലോ പള്ളിയിലോ പോകുന്നതിലാണോ? ഇല്ല ഏതെങ്കിലും ഒരു ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് എവിടുന്നെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്നതിനാണോ, കൊടുക്കുന്നതിനാണോ? അല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിൽ തൊടുന്നത് കൊണ്ടാണോ? ഇല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തു വീട്ടിൽ കൊണ്ട് വെക്കുന്നതിനാണോ? അല്ല, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വന്തരാക്കും. അപ്പൊ എവിടുന്നാണ് ഫ്രീഡം? അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന സത്യത്തിലാണ് നിങ്ങളുടെ ഫ്രീഡം. അപ്പോ നിങ്ങൾക്ക് ഈ അധികാരം ദൈവം തന്നിരിക്കുന്നത് എവിടെയാണ്? ഈ അധികാരം ഉപയോഗിക്കണം എന്നറിയാമോ? നിങ്ങളുടെ ചിന്തകളോട് ഉപയോഗിക്കണം. പറയണം, ഞാൻ അടിമയല്ല, ഞാൻ ശാപത്തിന് കീഴല്ല പിശാചേ, ഞാൻ ഈ ചിന്തയെ ഞാൻ ചുമക്കത്തില്ല, ഈ ചിന്ത എനിക്ക് വേണ്ട, ഈ ചിന്ത ഞാൻ ഇത് ക്യാരി ചെയ്യത്തില്ല, ഈ ഭാരത്തെ ഞാൻ ചുമക്കത്തില്ല, ഈ ഭയത്തെ ഞാൻ ചുമക്കത്തില്ല, ഈ രോഗ ഭയം എനിക്ക് വേണ്ട, ഈ ശാപം എനിക്ക് വേണ്ട, ഈ ദാരിദ്ര്യം എനിക്ക് വേണ്ട. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അധികാരത്തെ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ അടിമത്വത്തിന്റെ മനോഭാവത്തിൽ ആദ്യം നിങ്ങൾ അധികാരം ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് പുത്രന്മാരായി നിങ്ങൾ മാറുന്നത്. അങ്ങനെ പുത്രന്മാരായി മാറുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയുടെ നിലവാരം മാറും, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ നിലവാരം മാറും, നിങ്ങളുടെ ബന്ധത്തിലെ നിലവാരം മാറും. നിങ്ങൾ പോയി നിൽക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും, നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾ ബ്ലെസ്ഡ് ആകാൻ തുടങ്ങും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങും, നിങ്ങളുടെ ആരോഗ്യം ബലപ്പെടാൻ തുടങ്ങും, നിങ്ങളുടെ യൗവനം പുതുകി വരാൻ തുടങ്ങും, നിങ്ങളുടെ ബലം വർദ്ധിച്ചു വരാൻ തുടങ്ങും, നിങ്ങളുടെ സാഹചര്യം മാറി 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 അനുഗ്രഹം 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 അനുഗ്രഹം. ഇതുവരെയും ആരെങ്കിലും ഒരു വാക്കൊരു ശാപവാക്ക് പറഞ്ഞാൽ നിന്റെ തലയിൽ കയറുമായിരുന്നു, പക്ഷെ ഇനി ശാപം പറഞ്ഞാൽ ഏക്കത്തില്ല. ആരെങ്കിലും നമുക്കറിയാലോ, അസൂയയുടെ വാക്ക്, പോയിസണസ് ഐ എന്നൊക്കെ പറയത്തില്ലേ, പോയിസണസ് വേർഡ്സ്, അതൊക്കെ നിന്റെ മേൽ ഏക്കുമെന്ന് നീ പേടിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് പറയും, അത് നിന്റെ മേൽ ഏൽക്കത്തില്ല. കാരണം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഭരിക്കത്തില്ലെന്ന് വചനത്തിലുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ലെന്ന് വചനത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അധികാരം തന്നത് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മേലും ഉപയോഗിക്കാനല്ല, ആദ്യമായിട്ട് നിന്നിൽ ഉപയോഗിച്ചിട്ട് പറയണം, ഇല്ല ഞാൻ അടിമയല്ല, ഞാൻ രോഗിയല്ല, ഞാൻ ശാപത്തിന് കീഴല്ല. നിങ്ങൾ അധികാരത്തോടെ പറയണം. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട്
ഹൃദയത്തിൽ നിന്ന് ഉളവായി വായിൽ നിന്ന് പുറപ്പെടണം. ഹൃദയത്തിൽ ഉളവായി വായിൽ നിന്ന് പുറപ്പെടണം. ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകണം, വായിൽ നിന്ന് വിളിച്ചു പറയണം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിൽ മക്കളെ കുറിച്ചുള്ള ആകുലതകൾ മാറട്ടെ, മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ മാറട്ടെ. പൈശാചികമായ ബന്ധനത്തിന്റെ ചിന്തകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കെട്ടുകൾ അഴിയട്ടെ. പാപത്തിലും അശുദ്ധ സ്വഭാവങ്ങൾക്കും അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ നിന്ന് ആ പാപത്തിന്റെ നേച്ചർ, അഡിക്ഷന്റെ നേച്ചർ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. തലമുറകളെ കുറിച്ച് തലമുറകളെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആ വീട്, അവരെ വിവാഹം കഴിച്ചയച്ച വീട് അല്ലെങ്കിൽ സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിനകത്ത് ആദ്യോടെ ടെൻഷനോടിരിക്കുന്നതോട് ഇന്ന് രാത്രി പറയാം, ഹല്ലേലൂയ, നീ ഒരു വാക്ക് പറയുമ്പോ ഇന്ന് നീ പ്രതീക്ഷിക്കാത്ത ചില ആത്മമണ്ഡലങ്ങളിൽ ചില, ആമേൻ, ഹല്ലേലൂയ, ചില ഡെലിവറൻസ് ഇന്നുണ്ടാകുക. കാരണം വിടുതലിന്റെ കാരണം ആരെങ്കിലും നിന്റെ തലയിൽ കൈവയ്ക്കുന്നതല്ല, ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രവചിക്കുന്നതല്ല. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ വിടുവിക്കും. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ വിടുവിക്കും. ആമേൻ. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ വിടുവിക്കും. ഏതെങ്കിലും മേഖലകളിൽ നിരാശയിലും ഭാരത്തിലും ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, നിങ്ങളകത്ത് ആഴമേറിയ കുറ്റബോധം, ഞാൻ കുറച്ചുകൂടെ നല്ലപോലെ പഠിക്കേണ്ടതായിരുന്നു, ഒരു നല്ല ജോലി മേടിക്കേണ്ടതായിരുന്നു, എന്റെ സഹോദരങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എന്റെ വീട്ടിലെ കാര്യം കുറച്ച്, നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ഗിൽറ്റി കോൺഷ്യസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കുറ്റബോധം നിങ്ങളുടെ അകത്ത് കിടക്കുന്നിടത്തോളം നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ആത്മീക ഭൗതികമായ മേഖലകളെ തകർക്കും. ഇന്ന് രാത്രി വിളിച്ചു പറ ആളൊരു ഇല്ല, ഞാൻ കുറ്റബോധത്തിനകത്തല്ല. ആമേൻ. ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. ആമേൻ. ജീവൻ പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ജീവൻ ഉണ്ടാകുന്നത് ഹൃദയത്തിലാണ്, പക്ഷെ പുറപ്പെടുന്നത് വായിൽ നിന്നാണ്. ദാരിദ്ര്യം ഉണ്ടാകുന്നത് ഹൃദയത്തിലാണ്, ദാരിദ്ര്യം പുറപ്പെടുന്ന വായിൽ നിന്നാണ്. സമൃദ്ധി ഉണ്ടാകുന്നത് ഹൃദയത്തിലാണ്, സമൃദ്ധി പുറപ്പെടുന്ന വായിൽ നിന്നാണ്. സൗഖ്യം ഉണ്ടാകുന്നത് ഹൃദയത്തിലാണ്, സൗഖ്യം പുറപ്പെടുന്ന വായിൽ നിന്നാണ്. കഷ്ടവും നഷ്ടവും ശാപവും ഉളവാകുന്ന ഹൃദയത്തിലാണ്, പുറപ്പെടുന്ന വായിൽ നിന്ന്. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. സാംസ് 8:2. സാംസ് ചാപ്റ്റർ 8 വേഴ്സ് 2. സാംസ് 8:2. பகைஞனையும் பலிகாரனையும் அடக்கி போட தேவரீர் உம்முடைய சத்துருக்கள் நிமித்தம் குழந்தைகள் பாலகர் வாயினால் பலன் உண்டு பண்ணினீர். ഇവിടെ വചനം പറയുന്നത്, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെ മുലകുടിക്കുന്നവരുടെ വായിൽ ബലം നിശ്ചയിച്ചിരിക്കുന്നു. ബലം, ഓ മൈ ഗാഡ്. എവിടെയാ? വായിൽ. ആരുടെ വായില? ശിശുക്കളുടെ വായിൽ. ആരുടെ വായില? എന്താ ശിശുക്കളുടെ പ്രത്യേകത? പണ്ട് പിള്ളേരെ അപ്പൻ പേര് പറഞ്ഞു വിളിക്കും. എടാ തോമസേ, എടാ ജോർജ്. അപ്പൻ പണ്ട് പിള്ളേരെ പേര് പറഞ്ഞു വിളിക്കും. ഇന്ന് പിള്ളേർ അപ്പനെ പേര് പറഞ്ഞു വിളിക്കും. തോമസേ തിരിച്ചങ്ങോട്ട് വിളിക്കും. അങ്ങനത്തെ കാലമായി പോയിരുന്നു. ഈ ശിശുക്കൾ മുഴുകുടിക്കുന്ന ശിശുക്കളുടെ പ്രത്യേകത എന്നറിയാം, അവർക്ക് കുറ്റബോധമില്ല, തിരിച്ച് ചിന്തിക്കത്തേയില്ല. എന്തേലും പറഞ്ഞു അത്രേ ഉള്ളൂ. അപ്പൊ തോന്നിയോ പറഞ്ഞു. അവിടെ ഈ ശിശുക്കള് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോഴാ പറഞ്ഞ തിരിച്ചറിവുണ്ടാകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അച്ഛന്റെ മകൻ, അവന് കുഞ്ഞുങ്ങളെ അറിയാവുന്നവരെല്ലാം പട്ടി എന്ന് വിളിക്കുമായിരുന്നു. അവൻ അറിയത്തില്ല എന്താണ്. അവനെ എത്ര അടിച്ചാലും അവന് പിന്നെയും പിന്നെയും അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ. ഈ ശിശുക്കളുടെ മുള കുടിക്കുന്നവരുടെ വായുണ്ട്, അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് പെട്ടൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെത്ര അടിച്ചാലും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈ വാക്കിന്റെ പ്രത്യേകത.
നിന്നെ നീ പ്രതികൂലങ്ങൾ എത്ര കണ്ടാലും നീ വാഗോണ്ട് പറയണം, ഇല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കുറ്റബോധം വേണ്ട, തിരിച്ചു ചിന്തിക്കേണ്ട, റിഗ്രറ്റ് ഒന്നും വേണ്ട. നീ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഒരു ഗിൽറ്റും വേണ്ട. ബിലീവ് ആൻഡ് കൺഫസ്, യു വിൽ സീ ഗ്രേറ്റർ ഗ്ലോറി ഇൻ യുവർ ലൈഫ്. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ നല്ല കർത്താവിന്റെ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വചനത്തിന് വലിയ മഹത്വവും ശക്തിയും തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുവാൻ, പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അതോറിറ്റി, ഞങ്ങളുടെ അകത്ത് വച്ചിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. മക്കളെന്ന ബോധ്യത്തോടുകൂടി കാര്യങ്ങളെ കാണാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. 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 ഹല്ലേലൂയ.